ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. നല്ലൊരു കിടിലൻ ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതായിട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിവശം നമുക്ക് കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ കത്തി ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പപ്പടക്കോലോ അതോ കത്തിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ഡബിൾ ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ടേപ്പ് ഇതിന് 20 രൂപയുള്ളൂ കേട്ടോ വില. ഡബിൾ ടേപ്പ് എപ്പോഴും നമ്മുടെ കയ്യിലൊന്ന് വാങ്ങി വെക്കുന്നത് എത്രയും നല്ലതന്നെയാണ് കേട്ടോ. കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഡബിൾ ടേപ്പ് കൊണ്ടിട്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ ടേപ്പിൽ നിന്ന് ഒരു ചെറിയ പീസ് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കറും കൂടെ പറിച്ചെടുക്കുക. ഡബിൾ ടേപ്പ് ആകുമ്പോൾ 2 ഭാഗവും പശ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഭാഗം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം മറുഭാഗം ഇതേപോലെ ഈ സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ഇതേപോലെ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ കിച്ചണിൽ, ഈ ഒരു സിങ്കിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡബിൾ ടേപ്പ് ആകുമ്പം നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റിഫായിട്ട് തന്നെ നിന്നോളൂ, നല്ലോണം ഒട്ടിക്കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒട്ടുന്ന ഒരു സാധനമാണ് ഡബിൾ ടേപ്പ്. അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത ഇതേപോലത്തെ നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബറുകൾ ഉണ്ടാവുമല്ലോ. സ്ക്രബ്ബറിൽ എപ്പോഴും നമ്മളിങ്ങനെ പാത്രം തേക്കുന്നത് കാരണം കുറേയേറെ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. നമ്മൾ പാത്രം തേക്കാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബർ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രിയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ക്രബ്ബർ ഒരു 10 മിനിറ്റെങ്കിലും ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഇട്ട് വെക്കട്ടോ. ഈ ഒരു പാത്രത്തിൽ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഇങ്ങനെ സിങ്കിലോട്ടേക്ക് തന്നെ വീണോളും. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബർ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ ജേംസോ അണുക്കളോ ഒന്നും ഉണ്ടാവില്ല. ബാഡ് സ്മെല്ലും ഒഴിവായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന പാത്രം തേക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള സ്ക്രബ്ബറൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ സ്ക്രബ്ബർ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ എന്താ പറയുക ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, ജേംസോ അണുക്കളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്തല്ലോ. ഇങ്ങനെ ഒട്ടിച്ച ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ള പാത്രം കഴുകുമ്പം ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും ആ ഒരു പാത്രത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിഞ്ഞാലുള്ള ആ ഒരു കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, തക്കാളിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സിങ്കിലോട്ടേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു സിങ്കൊക്കെ ഈ ഒരു ഡ്രെയിനേജ് ഹോളൊക്കെ അടഞ്ഞിട്ട് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ ഉള്ളത് പ്ലേറ്റിൽ നിന്ന് തന്നെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് വേസ്റ്റൊക്കെ ഇതേപോലെ ഫുഡ് വേസ്റ്റൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രമൊക്കെ സോപ്പിട്ടിട്ട് നല്ലോണം തേച്ച് കൊടുത്ത് കഴുകി കളയാട്ടോ. അപ്പോൾ നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല. നമ്മൾ എത്ര പാത്രം കഴുകി കളഞ്ഞാലും സിങ്കിൽ ഒരിക്കലും വെള്ളം ബ്ലോക്കായി കിടക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട്. പിന്നെ ഈ ഒരു ഫുഡ് വേസ്റ്റിൽ വെള്ളം നിൽക്കില്ല, നമ്മളിതിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം വെള്ളം നിൽക്കില്ല. വേസ്റ്റ് മാത്രം ഇതേപോലെ കണ്ടില്ലേ, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഇതേപോലെ ഫുഡ് വേസ്റ്റ് ഇതേപോലെ അടിഞ്ഞതിൽ തന്നെ ഇങ്ങനെ കിടക്കും. വെള്ളമൊക്കെ ഈ ഒരു സിങ്കിലോട്ടേക്ക് ഇങ്ങനെ ഉറ്റി വീണുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സിങ്കിനും ഒരു ഡാമേജോ അതേപോലെ വേസ്റ്റ് ബ്ലോക്കായി പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വേഗത്തിൽ നമ്മുടെ ജോലികൾ കഴിക്കാൻ പറ്റും ചെയ്യും. നമുക്ക് സിങ്ക് ബ്ലോക്ക് ആവില്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ് സിങ്ക് ബ്ലോക്കായി കഴിഞ്ഞാലുള്ള ആ ഒരു പ്രശ്നം. അപ്പോൾ ഒരിക്കലും സിങ്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരുവിധം ജോലികളൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഒരുപാട് ജോലിഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല വേഗത്തിൽ നമ്മുടെ ജോലികൾ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുള്ള ടിപ്പാട്ടോ. ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് നമ്മളിങ്ങനെ ഹോളിട്ട് കൊടുത്തല്ലോ താഴെ. ഈ ഒരു ഹോളിലേക്ക് ഇതേപോലെ ഓരോ ബ്രഷും ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ. നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ എത്ര അംഗങ്ങളുണ്ടോ ഒരു വീട്ടിൽ അത്രയും ബ്രഷുകളും ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു ഹോളിൽ കൂടെ ഈ ഒരു തലഭാഗം ഈ ഒരു പാത്രത്തിൽ ആവുന്ന രീതിയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാത്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടോ. വോൾട്ടൈലിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ കണ്ടില്ലേ, വിട്ട് ബ്രഷ് ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് വിട്ട് ഇങ്ങനെ ബ്രഷ് വെക്കുന്ന സമയത്ത് ഒന്നൊന്നിനും തൊടാതെ തന്നെ നല്ല സൈറ്റ് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഈ ഒരു ബ്രഷൊക്കെ. പിന്നെ ഈ ഒരു ബ്രഷിൻ്റെ തലഭാഗത്ത് അണുക്കളോ ജേംസ് ഒന്നും പോയിരിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ വിചാരിക്കും ബാത്റൂമിൽ വെക്കുന്നത് കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ അതിൽ അണുക്കളോ ജേംസൊക്കെ പറ്റി പിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേറൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താണ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബ്രഷ് സേഫായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നോളും. ഒരിക്കലും അതിൻ്റെ മുകളിൽ ചെറിയ തരം പ്രാണികളോ ഈച്ച കൊതുകൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാട്ടത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അപ്പോൾ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ടിപ്സുകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് എന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കണ്ണിൽ നിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വലിയ ഉള്ളി ആയാലും ചുവന്നുള്ളി ആയാലും ഒക്കെ ചുവന്നുള്ളിൻ്റെ തോലിങ്ങനെ ഉരിക്കുമ്പോൾ തന്നെ വേഗത്തിൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ചാടി വീഴും. അതേപോലെ വലിയ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ ചില ഉള്ളിക്ക് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ കണ്ണ് നീറാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നനച്ചിട്ട് കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉള്ളി കണ്ണൊന്നും നീറാതെ തന്നെ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക. റംലാനൊക്കെ ആയത് കാരണം നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനും അതേപോലെ കറി ഉണ്ടാക്കാനും സമൂസ ഉണ്ടാക്കാനൊക്കെ ഉള്ളി പ്രധാനം തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളി എത്ര കിലോ കണക്കിന് ഉള്ളി വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു കണ്ണുനീറലും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ തന്നെ ഉള്ളി എത്ര കിലോ ഉള്ളി വേണമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്തതിന് ശേഷം ഇതേപോലെ മടക്കി വെക്കുമല്ലോ കബോർഡിലൊക്കെ. നല്ല ഭംഗിയാണല്ലോ നല്ല നീറ്റിൽ വെക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഷർട്ട് മടക്കുന്ന സമയത്ത് നല്ല നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷർട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബുക്കോ അതേപോലെ കാർഡ്ബോർഡിൻ്റെ പീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ. ആ ഒരു ഷർട്ടിൻ്റെ പുറം ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചുളിവൊന്നും ഇല്ലാതെ നല്ല നീറ്റായിരിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ എത്ര ചുളിഞ്ഞ ഷർട്ടായാലും ഇതേപോലെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു നീറ്റ്നെസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല. എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ ഷർട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. പഴയ കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് കട്ടിയുള്ള ബുക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്ത് നോക്കൂ.
നല്ല രീതിയിലായി നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കബോർഡിൽ ഇങ്ങനെ അട്ടി വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതേപോലെ തന്നെ ഒരു ചുളിവും ഉണ്ടാവില്ല, നല്ല നീറ്റായിരിക്കും കേട്ടോ. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മടക്കിയതിന് ശേഷം ഇതൊന്ന് മെല്ലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ബുക്കോ കാർഡ്ബോർഡോ ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ വേഗത്തിൽ നല്ല രീതിയിൽ തന്നെ അത് ഇങ്ങനെ വേഗത്തിൽ പുറത്തോട്ടേക്ക് കിട്ടാൻ പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മളിങ്ങനെ വെച്ച് മടക്കുന്ന സമയത്ത് നല്ല നീറ്റായി നമ്മൾ ഈ അയൺ ചെയ്തിട്ടുള്ള ആ ഒരു ലൈനൊക്കെ നല്ല നീറ്റായിരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എത്ര വില കുറഞ്ഞ ഷർട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു വൃത്തിയിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റ്നെസ് ആയിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതേപോലെ അയൺ ചെയ്തിട്ട് നമ്മൾ കബോർഡിലൊക്കെ ഇങ്ങനെ അട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ അല്ലേ. ആ ഒരു കബോർഡ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമായിരിക്കും കാണുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് മടക്കിയതിന് ശേഷം ഞാൻ ആ ഒരു ബുക്കും എല്ലാം കൊണ്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷർട്ടിന് ഒരു ചുളിവും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.